അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഫുൾ ചിക്കൻ റോസ്റ്റഡുമായിട്ടാണ്. കോഴി അതിൻ്റെ അകത്തെ വേസ്റ്റെല്ലാം കളഞ്ഞ് നന്നായി വൃത്തിയാക്കി കഴുകി അരഞ്ഞെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 10 ചെറിയുള്ളി, നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും എടുക്കാം, ഒരു തക്കാളിയുടെ പകുതി, 1 സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഈ മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് കോഴിയുടെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കുക. 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. തീരെ സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഈ ചിക്കൻ അതിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചിക്കൻ തിരിച്ചും മറിച്ചും 3-4 പ്രാവശ്യം ഇട്ട് കൊടുത്ത് മൊരിയിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. ബാക്കി വന്ന ഓയിലിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇവയിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ഒരു പിടി കറിവേപ്പില, ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു തക്കാളിയുടെ പകുതി ചെറുതായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞത് ഇവയിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവയിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഇവ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ബാക്കി വന്ന ഗ്രേവി ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. മൊരിച്ചു വെച്ച ചിക്കൻ ഈ ഗ്രേവിയിലേക്കിട്ട് എല്ലാ ഭാഗത്തേക്കും ഗ്രേവി തേച്ച് പിടിപ്പിക്കുക. 4-5 മിനിറ്റ് തിരിച്ചും മറിച്ചിട്ട് മൊരിയിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, കമൻറ്റ് അറിയിക്കണേ. Yeah.